ഫോൺ വന്നിരിക്കുന്നു. ഹലോ, ഞങ്ങൾ മാക്സ് കമ്പനിയിൽ വിളിക്കുന്നു. പറയൂ, നിങ്ങൾ ഇന്നലെ കോഴിക്കോട് ഷോറൂമിൽ നിന്ന് മാക്സ് ഷോറൂമിൽ നിന്ന് 4 പാന്റും 2 ചുരിദാറും ഒരു ടോപ്പും ഒരു ബനിയനും എടുത്തിരുന്നോ? എടുത്തു. 8628 രൂപയാണോ മാഡം അടച്ചത്? അതെ, കറക്റ്റാണ്. ഒരു ബാഗ് നിങ്ങൾക്ക് തന്നിരുന്നോ? തന്നു. ഒരു ചാരിറ്റി കൊടുത്തോ? കൊടുത്തു. വെരി ഗുഡ് മാഡം, ഞങ്ങളുടെ സെലക്റ്റീവ് കസ്റ്റമറാണ് നിങ്ങൾ. ഞങ്ങൾ ഫോർവേഡിന് വേണ്ടി നിങ്ങളുടെ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. നാളെ നേരം 10 മണിക്ക് ഈ ഹാപ്പി ന്യൂസ് നിങ്ങളെ അറിയിക്കുന്നതാണ്. നേരം വെളുത്തോ 10 മണിയായപ്പോൾ അറിയിച്ചു ഹാപ്പി ന്യൂസ്. നിങ്ങൾക്ക് ഒരു സ്വിഫ്റ്റ് കാർ അടിച്ചിരിക്കുന്നു. അപ്പോൾ ഡെലിവറി ചെയ്യാനുള്ള നിങ്ങളുടെ ഈ അഡ്രസ് തന്നെയല്ലേ? മൊബൈൽ നമ്പർ എല്ലാവർക്കും കിട്ടി. മൊബൈൽ നമ്പർ കിട്ടി, പർച്ചേസ് കിട്ടി, പാൻറ്, ഡ്രസ്സ്, തുണി എല്ലാവർക്കും കിട്ടി. ഒക്കെ കറക്റ്റാണ്. നമ്മൾ കോഴിക്കോട് മാക്സിമം തുണി ഇടുന്നതൊക്കെ ഒക്കെ കറക്റ്റ്. സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാർ അടിച്ചെന്ന് പറഞ്ഞ പാനിക്കായി. അങ്ങനെ ഒരു 12-1 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഒരു ഫോൺ, വാട്സപ്പിൽ ഒരു ഫോൺ. മാഡം, ഞങ്ങൾ എക്സിക്യൂട്ടീവ് നിങ്ങളെ ഇന്ന് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അയച്ചിരിക്കുന്ന ഫോട്ടോയും നോക്കൂ. പൂന ചെക്ക് പോസ്റ്റ് നിങ്ങളുടെ കാർ എത്തിയിട്ടുണ്ട്. ഇൻകം ടാക്സോടെ കാർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. 98,500 രൂപ നിങ്ങൾ ഇൻകം ടാക്സിനകത്ത് നിങ്ങളുടെ പേരിൽ കാണുന്നു, ഈ പാൻ ഐ ഡി കാണുന്നു. എന്താ വിഷയം എന്താണ്? അതുകൊണ്ട് ഞങ്ങൾ കാർ തിരികെ ഷോറൂമിലേക്ക് അയക്കുകയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇത് അടിച്ചു എന്നതിലേക്ക് സന്തോഷമുണ്ട്. അടുത്തൊരു അവസരത്തിൽ ഉപയോഗപ്പെടുത്തുക. സോറി. അപ്പൊ നമ്പർ തിരിച്ചു വിളിച്ചു. ആ നമ്പർ എടുത്തു. മാഡം, ബുദ്ധിമുട്ടിക്കരുത്, ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഞങ്ങൾക്ക് ടൈം ഡിലേ ആവും. ഞങ്ങൾക്ക് 4 കാറുകൾ കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 98,000 നിങ്ങൾ അടച്ചാൽ, ഇപ്പൊ ഓൺ പേയ്മെന്റ് അടച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ അത് വിഡ്രോ ചെയ്യാം. എന്നാലും 9 ലക്ഷം രൂപയുടെ കാർ കിട്ടുമല്ലോ. ഓടിപ്പോയി മുത്തൂറ്റ് പോയിട്ട് സാറിനുമാല തൃശ്ശൂരിലുള്ള ടീച്ചർ കൊണ്ട് പണിപ്പെടുത്തി 98,000 രൂപ അയച്ചു കൊടുത്തു. അതിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡീസൽ അടിക്കാൻ 20,000 രൂപ കൂടെ വേണമെന്ന് പറഞ്ഞു. അതും ടീച്ചർ അയച്ചു കൊടുത്തു. പിന്നെ ഒരു 10,000 രൂപ ഫുഡ് കഴിക്കാനാണ് അവിടെ വന്നിട്ട് തരും. അത് സാധാരണ നിങ്ങളൊക്കെ കൊടുക്കാറുള്ളത്. അത് തരാം, അത് കുഴപ്പമില്ല, അത് കൊടുത്തു. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ 98,000 25,000 ഈ പറയുന്ന 10 പോയി കഴിഞ്ഞു. കുറെ കഴിഞ്ഞ് ഫോൺ വിളിക്കുന്നത് എടുക്കണില്ല. പിന്നെയാണ് സൈബർ സെല്ല് മനസ്സിലാക്കിയപ്പോഴാണ് ഇത്തരത്തിലുള്ള മാക്സ് ഷോറൂം എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ മാക്സ് ഷോറൂമിനകത്തൊക്കെ അത് അവർ ഹൈഡ് ചെയ്തു. കാരണം നമ്മൾ തുണിയൊക്കെ എടുത്ത് വെക്കുമ്പോൾ പുറകിൽ ഇതേപോലെ ക്യാമറയും പിടിച്ചിട്ട് പുറകിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ തുണികളെടുത്ത് സ്കാൻ ചെയ്യുമ്പോൾ അവരിങ്ങനെ മൊബൈൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ മൊബൈൽ നമ്പർ പറയും മാഡം എന്ന് പറയുമ്പോൾ നമ്മൾ 9496562677 എന്ന് പറയുമ്പോൾ അതിനകത്ത് റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അവസാനം 4 തുണി 2 ചുരിദാർ ബാഗ് എല്ലാം വാങ്ങുന്നൊക്കെ റെക്കോർഡ് ചെയ്തു. ടൈമെല്ലാം റെക്കോർഡ് ചെയ്തു. അപ്പം പുറത്തിറങ്ങിയിട്ട് അപ്പം അയച്ചു കൊടുക്കും. അങ്ങോട്ട് ബോംബെയിൽ അയക്കും. അവിടെ നിന്നൊരു പെൺകുട്ടി മനോഹരമായ രീതിയിൽ നല്ല നാദസ്വരത്തിൽ നമ്മളെ വിളിക്കും. അപ്പൊ നമ്മളെടുത്ത ചുരിദാറൊക്കെ കറക്റ്റാണ്, എല്ലാം കറക്റ്റാണ്, ഒന്നും തട്ടിപ്പില്ല, ബിൽ നമ്പറും കറക്റ്റാണ്, പൈസയും കറക്റ്റാണ്, ഒക്കെ കറക്റ്റ്. ഞാനോട് ചോദിക്കണം, 19 കോടി രൂപയാണ് ഈ കേരളത്തിൽ തട്ടിക്കൊണ്ടുപോയി. 19 കോടി ഇവിടുന്ന് കൊണ്ടുപോയത്. അതുകൊണ്ട് ഏത് സമയത്തും പല പ്രലോഭം പറഞ്ഞ് കോള് വരും. നോക്കിക്കോണം. ഇപ്പൊ അടുത്ത ഏറ്റവും കൂടുതൽ കോള് വരുന്നതിന്റെ ഒരു വേലത്തരം വെച്ച് കഴിഞ്ഞാൽ, ഹലോ, നിങ്ങൾ സൈബർ സെല്ലിനെ വിളിക്കുന്നത്, നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങൾ സൈബർ സെൽ ഡിപ്പാർട്ട്മെന്റ് തിരിച്ചറിയാൻ പറ്റി. പുറകിൽ വയർലെസ്സിൽ ഒച്ചയൊക്കെ കേൾക്കൂട്ടോ. വയർലെസ്സിൽ ഒച്ച കേൾക്കും. അതിനിടയിൽ പോലീസുകാരൻ വന്നിട്ട് സാർ നിങ്ങൾക്ക് ലീവ് കൊടുക്കണം എന്ന് പറയും. അവിടെ നിൽക്കുക, ഞാൻ കോള് വിളിക്കട്ടെ എന്നൊക്കെ പറയും. എല്ലാ അവസാനം പറയും, നമ്മളോട് പറയും, മാഡം നിങ്ങൾ നല്ലൊരു പേഴ്സൺ ആവും. ബിക്കോസ് നിങ്ങൾ ശരിയല്ലാത്ത രീതിയിൽ വീഡിയോ കോൾ വിളിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടി. ഈ ഫോൺ വേറെ ആരും ഉപയോഗിക്കുന്നുണ്ടോ? അല്ല, ഞാൻ തന്നെ ഉപയോഗിക്കണത്. അപ്പോൾ വീഡിയോ കോൾ നിങ്ങൾ വിളിക്കുന്നുണ്ടോ? വീഡിയോ കോൾ പിന്നെ ഭർത്താവിനെ ആളുടെ ഒക്കെ വിളിക്കുന്നുണ്ട്. അല്ല മേഡം, അതല്ല, നിങ്ങൾ വീഡിയോ കോൾ വിളിക്കുന്നെങ്കിൽ പറയൂ. അങ്ങനല്ല വീഡിയോ കോള്. അപ്പൊ പാനിക്കായി. ഈ പാനിക്കാക്കുന്ന വോയിസ് അവർക്ക് മനസ്സിലാവും നിങ്ങൾ പാനിക്കായി എന്ന്. അപ്പോൾ അബദ്ധവശതല്ല വീഡിയോ കോള് അബദ്ധത്തിൽ വിളിക്കുന്ന എല്ലാവരും ഉണ്ടെങ്കിൽ കഴിഞ്ഞു, അതുകൊണ്ട് കഴിഞ്ഞു. പിന്നെ അത് കയറി പിടിക്കും. അങ്ങനെ ഇങ്ങനെ എന്ന് പറയാം. കോളുകളൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കും. അവസാനം 7 പവന്റെ സ്വർണം കൊണ്ടുപോയി ഈ അടുത്തിടയ്ക്ക്, ഓരോന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതെല്ലാം ഓർക്കുക. വിവരമുള്ള സ്ത്രീകളാണ് പറയും, ഞാൻ വീഡിയോ കോൾ വിളിക്കുന്നത് നിങ്ങൾക്ക് എന്താ പ്രശ്നം? എനിക്ക് ആരെയും വിളിക്കാൻ അവകാശം ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഏത് സൈബർ ഡിപ്പാർട്ട്മെന്റാണ് വെച്ചിട്ട് പോടാന്ന് പറഞ്ഞ കഴിഞ്ഞില്ല പരിപാടി. നമുക്ക് ആരെയും വിളിക്കാമല്ലോ. അപ്പൊ ഇതെല്ലാം ചതിയുടെ കാലഘട്ടങ്ങളാണ് പ്രിയപ്പെട്ടവര്. അപ്പൊ എല്ലാവരും ഓർക്കുക, ഒരു കാര്യം ഓർക്കുക, നമ്മളെല്ലാം ജീവിക്കുന്നത് സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു മിഥ്യ ഇങ്ങനെ അല്ലേ ഇടയ്ക്ക് ഇങ്ങനെ കലുഷിതമാകുന്ന കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. എന്തും ആയിക്കോട്ടെ, നമുക്ക് ഒറ്റ ഒരു ലക്ഷ്യബോധം ഉണ്ടായാൽ മതി. നമ്മൾ മറ്റാരെയും ചതിക്കാതെ, മറ്റാരും ഒരു അപരന ദോഷം വരുത്താതെ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് ചിരിക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം ഒരു ചിരി പടർത്തിയാൽ നമുക്ക് ധാരാളം മതി. അതേപോലെ ഇവിടെ ഇരിക്കുന്നത് സാധാരണ സ്ത്രീപക്ഷക്കാരായതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളോട് ഞാൻ ഒരൊറ്റ കാര്യം പറയാം. ഈ കാര്യം എഴുതി വെച്ചിരിക്കുന്ന ഹോത്തേസ് എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ഗ്രീക്ക് തത്വചിന്തകനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, അല്ലയോ നാരിമാരെ, നീ ഇപ്പോൾ ജീവിക്കുന്നത് നിന്റെ ഭർത്താവിന്റെ വീട്ടിലാണ്. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, യാതൊരു കാരണവശാലും നിനക്ക് നിന്റെ മാതാപിതാക്കളുടെ അന്ത്യനാളുകളിൽ, അവസാന സമയങ്ങളിൽ നിന്റെ സ്വന്തം വീട്ടിൽ പോയി അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാമെന്നോ, ഒരു ദിവസം കൂട്ടിരിക്കാമെന്നോ, ആശുപത്രിയിൽ പോയിട്ട് അവരെ കാണാമെന്നോ വിചാരിച്ചാൽ നിനക്ക് ഞാൻ ഒരു അവസരം തന്നു എന്ന് വരില്ല.
നീ അക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതുമില്ല. ഞാൻ നിന്നിൽ വരമേൽപ്പിച്ചിരിക്കുന്നത് നിലവിൽ നീ എവിടെയാണോ ആയിരിക്കുന്ന വീട്ടിൽ വിയർപ്പുകൊണ്ട് അപ്പം ചുട്ട് നിനക്ക് നൽകപ്പെടുന്ന നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കളെ അവരുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും കാണാതെ അവരെ സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് സുഖമരണത്തിലേക്ക് എത്തിക്കാൻ നിനക്ക് സാധിച്ച പ്രത്യുത നിന്റെ സ്വഭാവത്തിൽ മറ്റൊരു പെൺകുട്ടിയാൽ നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നിന്റെ മാതാപിതാക്കൾക്ക് ഈ വേല ഞാൻ അവിടെ ചെയ്തു കൊടുത്തുകൊള്ളാം. നിന്നിൽ വരമേൽപ്പിച്ചിരിക്കുന്ന നീ ആയിരിക്കുന്ന നിന്റെ ഭർത്തൃകത്തിൽ നിന്റെ ഭർത്താവിന്റെ മാതാപിതാക്കളെ അവരുടെ തെറ്റുകളും കുറ്റങ്ങളും സഹിച്ച് ക്ഷമിച്ച് സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് സുഖമരണത്തിലേക്ക് അവരെ ആനയിക്കാൻ നിനക്ക് സാധിച്ചാൽ സ്വർഗത്തിന്റെ കവാടത്തിൽ ഞാൻ നിനക്കൊരു വിരുന്നൊരുക്കി തരാം മഹദി എന്ന് ഓത്യാസ് വിശേഷിക്കപ്പെടുകയാണ്. പക്ഷെ ആ വിരുന്ന് കഴിക്കാൻ എത്ര പേർക്ക് ഭാഗ്യമുണ്ടാവും? നമ്മുടെ നാട്ടിലാണ് അമ്മയമ്മ പോരുള്ളത് ഇല്ലേ? അപ്പം പ്രിയപ്പെട്ട മാതാപിതാക്കളെ എല്ലാവർക്കും നല്ല സ്നേഹം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളോടൊക്കെ ഒറ്റ വാക്ക് എനിക്ക് പറയാനുള്ളൂ, മക്കളെ എന്ന് പറഞ്ഞ് മാത്രം ജീവിക്കരുത്. മക്കളെ എന്ന് പറഞ്ഞ് മാത്രം നിങ്ങൾ ഉരുകരുത്. അവർക്ക് വേണ്ടി മാത്രം നിങ്ങൾ ജീവിക്കരുത്. നിങ്ങൾ ഉരുകുകയാണെങ്കിൽ, നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകണം, ജീവിക്കണം. അത് കണ്ട് നിങ്ങളുടെ മക്കളെ വളർത്തിയാൽ നിങ്ങളുടെ വാർദ്ധക്യം സന്തോഷം, അല്ലെങ്കിൽ നിങ്ങളുടെ വാർദ്ധക്യം അത്ര സന്തോഷകരമാവില്ല. ഈ നിങ്ങളുടെ മക്കള് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ചെറിയ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഇടയിലായിരിക്കും കയറി കിടക്കുക. ചെറിയ കുട്ടികൾ, ഞാൻ ചെറിയ കുഞ്ഞുങ്ങളോട് ചോദിക്കും, മോൾ ആരുടെ കൂടെ കിടക്കുക? ഞാനോ ഉപ്പച്ചിൻ്റെ ഉമ്മച്ചിൻ്റെ ഇടയിൽ, അമ്മയുടെ അച്ഛൻ്റെ ഇടയിലാണ് ചെറിയ കുഞ്ഞുങ്ങൾ കയറി കിടക്കുക. പക്ഷെ കുറെ കഴിയുമ്പോൾ അവരാ ബന്ധങ്ങൾ കുറച്ച് കുറഞ്ഞു വരും. ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഈ പ്രായത്തിൽ അവരൊരു പല്ലിയെ കണ്ടാലും പാമ്പിനെ കണ്ടാലും ഒന്നിനെ കണ്ടാലും പശുവിനെ കണ്ടാലും ഇടിവെട്ടിയാലും പടക്കം പൊട്ടിയാലും പനി വന്നാലും നിങ്ങളുടെ കഴുത്തിൽ നിന്ന് അവർ കൈയെടുക്കില്ല. ആങ്ങളെ ഞങ്ങൾ പറയും എൻ്റെ ഉപ്പയാന്ന് പറയും. പക്ഷെ കുറച്ച് കാലം അങ്ങോട്ട് ചെല്ലുമ്പോൾ എല്ലാ സ്വത്തുക്കളും നിങ്ങൾക്ക് അവർക്ക് പകുത്തു കൊടുക്കുമ്പോൾ അറിയാതെ അവർ പറയും, നീ നോക്കടാ, ആർക്ക് നോക്കിയാൽ എന്താ, ഇജ് കൊണ്ടുപോയി നോക്ക്, അനക്കല്ലേ റോഡിന്റെ സൈഡ് ഉപ്പ തന്നത്, ഇജല്ലേ ബാപ്പാന്റെ സ്വത്തം മുഴുവൻ കൊണ്ടേ മുടങ്ങിയത്, ഇജ് കൊണ്ട് നോക്ക് എന്ന് പറയുന്ന ഒരു കാലം ഇവിടെ ഉണ്ട്. ഇവിടെയാണ് സൗദി അറേബ്യയിൽ ഒരു കോടതിയിൽ വിസ്താരം നടക്കുക. 98 വയസ്സുള്ള ഉപ്പയെ കിട്ടാൻ വേണ്ടിയിട്ട് ജ്യേഷ്ഠനും അനിയനും പരാതി കൊടുക്കുക. അനിയൻ കൊടുത്ത പരാതി, ജ്യേഷ്ഠന്റെ ഉപ്പനെ വിട്ടു തരുന്നില്ല. എനിക്ക് നോക്കാൻ എന്റെ ഉപ്പനെ വിട്ടു തരുന്നില്ല എന്റെ ജ്യേഷ്ഠൻ, ഇത് അനീതിയാണ്, കോടതി ഇടപെടണമെന്നാ പറഞ്ഞത്. നോക്ക്, ഉപ്പയുടെ പേര് ഒരു സ്വത്തുമില്ല, 2 മക്കളും ധനികരാണ്. എന്നിട്ട് ഉപ്പനെ വിട്ടു കെട്ടണം ശുശ്രൂഷിക്കാൻ. കോടതിയിലെ ന്യായാധിപർക്ക് പോലും കരഞ്ഞുപോയി. അവിടെ ഉപ്പാട് ചോദിച്ചു, ആരുടെ കൂടെ ഞങ്ങൾക്ക് പോകാൻ താല്പര്യം? 2 മുഖത്ത് നോക്കുക, അങ്ങോട്ടും ഉപ്പ കരഞ്ഞോണ്ട്. 2 പേരും പ്രിയപ്പെട്ടവരാണ് ഉപ്പയ്ക്ക്. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ജ്യേഷ്ഠൻ പറയുന്നത് എന്താ, ഓന്റെ അടുത്തേക്ക് പോകണ്ട, ഓന് സമയമില്ല ഉപ്പ, ഓനെ സങ്കടപ്പെടുത്തരുത്, ഉപ്പാന്റെ ഏറ്റവും ഇളയ മോനല്ലേ, ഓൻ പാവാണ്, ഓരോ സ്നേഹം ഉണ്ടെങ്കിൽ ഇതിന്റെ അടുത്ത് നിങ്ങൾ കൂടണം, ഇതാ ഉപ്പയോട് കള്ളം പറയണം. അപ്പൊ ഉപ്പയ്ക്ക് തോന്നുന്നു ഓനെ ഇടങ്ങാറാക്കണ്ട ചെറിയോനെ. നോക്കണം, എത്ര മനോഹരമായ ചില രീതികളാണ് ഒരു ഉപ്പയ്ക്ക് വേണ്ടി. ഉമ്മ മരിച്ചുപോയി, 98 വയസ്സുള്ള ഒരു ഉപ്പയെ നോക്കാൻ ശുശ്രൂഷിക്കാൻ കോടതി ഇടപെടണം, എൻ്റെ ഏട്ടനിക്ക് വിട്ടുതരില്ല എത്ര പറഞ്ഞിട്ടും മധ്യസ്ഥ മുഖാന്തരം പറഞ്ഞിട്ട് വന്ന വിചിത്രമായ ഒരു കോടതി നടപടിയാണ് സോഷ്യൽ മീഡിയ പങ്കുവെച്ചത്. പലപ്പോഴും ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ കുറച്ച് കലുഷിതമായ കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മക്കളെ എന്ന് പറഞ്ഞ് മാത്രം നിങ്ങൾ ജീവിക്കുകയൊന്നും ചെയ്യരുത്. എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഏകദേശം നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അമ്മ ഇതുവരെ ഏകദേശം ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് വരെ അമ്മയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നടക്കുമായിരുന്നു അമ്മ, പക്ഷെ കയ്യും കാലും പൊങ്ങില്ല. അപ്പം അമ്മ കഴിഞ്ഞ ആഴ്ചയിൽ അംജിത്ത് എൻ്റെ സുഹൃത്താണ്, അതായത് ഇവിടെ UAE ഒരു ബിസിനസ്മാനാണ് അംജിത്ത്. അപ്പം എൻ്റെ കൂടെ ഡ്രൈവർ ഇല്ലായിരുന്നു. അപ്പം ഞാൻ അംജിത്തിനെ കയ്യും കാലും പിടിച്ച് കൊണ്ടുവന്നതാണ്. അപ്പം അംജിത്ത് പറഞ്ഞു, അമ്മയെ നമുക്കൊരു ഫിസിയോതെറാപ്പി സെൻ്ററിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. മമ്പാട് അവിടെ കൊണ്ടുപോയപ്പോൾ നല്ല 2 ആളുകളെ കിട്ടി അവിടെ. ഇപ്പം അമ്മ ഓരോ ദിവസം ഇമ്പ്രൂവ്മെന്റ് ആണ്. അപ്പൊ അമ്മ നോക്കുമ്പോൾ സാധാരണ അമ്മ ഒരു ഗ്ലാസ് അമ്മയ്ക്ക് എടുത്താൽ വരച്ച് എടുക്കാൻ പറ്റില്ല, അമ്മയ്ക്ക് കൈ ഇങ്ങനെ പൊങ്ങില്ലായിരുന്നു. അമ്മ ഇപ്പൊ 2 കൈ അമ്മയ്ക്ക് പൊങ്ങും. അമ്മ ഇപ്പൊ എനിക്ക് കാപ്പിയൊക്കെ ഇട്ട് തരുന്നുണ്ട്, സ്വന്തമായിട്ട് നടക്കുന്നുണ്ട്. അതേപോലെ എൻ്റെ വണ്ടി ഞാൻ ഇഷ്ട വണ്ടി ഉപയോഗിക്കുന്നത്, കയറാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ ആ വണ്ടിയിൽ അമ്മ കാല് പൊക്കി കയറുന്നുണ്ട്. അപ്പോൾ ഫിസിയോതെറാപ്പി സെന്ററിൽ അവൻ പറഞ്ഞു, അമ്മനെ ഞാൻ ബസ് കയറ്റി സ്വന്തമായിട്ടെന്ന് പറഞ്ഞു. വലിയ കോൺഫിഡൻസ് ആണ് അമ്മയ്ക്ക്.
അമ്മ നടക്കില്ല എന്ന് പറഞ്ഞൊരു അമ്മയായിരുന്നു എൻ്റെ അമ്മ. പണ്ട് വെറുതെ വാരി എന്ന് പറഞ്ഞ പരിപാടി നടക്കുമ്പോൾ ആ പരിപാടി നടക്കുമ്പോഴാണ് അമ്മ നടക്കില്ല എന്ന് പറഞ്ഞ അമ്മയാണ് എൻ്റെ അമ്മ. കോഴിക്കോട് വലിയൊരു ആശുപത്രി ചികിത്സയൊക്കെ നടത്തി. അപ്പം ഒരു ഹൈഡ്രോളിക്കിനെ കട്ടിൽ നിന്നിട്ട് അമ്മയെ കൊണ്ടുപോയിക്കണം പറഞ്ഞതാണ്. ഞാൻ എല്ലാ വേദിയിലും പറയുന്ന കേട്ടോ ഇത്. അങ്ങനെ പോലീസ് ക്വാർട്ടേഴ്സ് താമസം തുടങ്ങി. അങ്ങനെ ഈ ഹൈഡ്രോളിക്കിൻ്റെ കട്ടിലാണെങ്കിൽ ക്വാർട്ടേഴ്സ് കയറൂല, വലിയ കട്ടിലാണ്, ചെറിയ വാതിലാണ്. അങ്ങനെ ഹൈഡ്രോളിക്കിൻ്റെ കട്ടിൽ ഞാൻ 4000 രൂപയ്ക്ക് കൊടുത്തു ഒരു ആശുപത്രി, പ്രശാന്തി ആശുപത്രി. അമ്മ അങ്ങനെ എൻ്റെ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുക. സാമ്പത്തിക ഒരുപാട് ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പം അങ്ങനെ മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോഴാണ് തൊട്ടൊരു അടുത്ത് മുള്ളമ്പാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഒരു കുന്നിൻ്റെ മുകളിലുള്ള ഒരു ആശുപത്രിയാണ് മുള്ളമ്പാറ, ഗവൺമെൻറ് ആരോഗ്യ ആശുപത്രി. അവിടെ നല്ല ചികിത്സയുണ്ടെന്ന് പറഞ്ഞു. അവിടെ പെട്രോളിംഗ് പോയപ്പോഴാണ് കണ്ടേ കുറേ അമ്മമാരെ കണ്ട്. ഡോക്ടറെ പോയി കണ്ട് ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോകാൻ പൈസ ചിലവൊന്നുമില്ല, നിങ്ങളിവിടെ കൊണ്ടുവന്നാൽ ഒരാൾ കൂടെ ഉണ്ടാവണം, രാവിലെയൊക്കെ കുഴമ്പൊക്കെ ചൂടൊക്കെ കൊടുക്കാൻ നമുക്കൊരു നീണ്ട ചികിത്സ നടത്തിയാൽ ആയുർവേദമാണ് അമ്മ നടക്കുന്നതാണ്. അങ്ങനെ നടക്കാൻ പറ്റാത്ത അമ്മയായിട്ട് ആയുർവേദ ആശുപത്രി പോയി 1 വർഷവും 1 മാസവും 11 ദിവസവും അമ്മ ഇവിടെ കിടന്നു. 1 വർഷവും 1 മാസവും 11 ദിവസം കഴിഞ്ഞിട്ട് അമ്മ നടന്നിട്ടാണ് ഓട്ടോറിക്ഷ കയറി വീട്ടിലോട്ട് വന്നത്. ഇപ്പം അമ്മയ്ക്ക് കയ്യും കാലും പൊങ്ങാനും പക്ഷെ ഷിവറിങ് ഉണ്ടെന്നുള്ളത്, നടുവിന് കുറച്ചൊരു ബെൻഡും ഉണ്ട് അമ്മയ്ക്ക്. പക്ഷേ അമ്മ കാണാത്ത സിനിമകളൊന്നുമില്ല, അമ്മ പോകാത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളില്ല, അമ്മ കയറാത്തൊരു ഹോട്ടലുകളുമില്ല. അമ്മ എൻ്റെ കാറിൻ്റെ ഫ്രണ്ട് സീറ്റ് എൻ്റെ അമ്മയ്ക്കുള്ള സീറ്റാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഞാൻ എല്ലാ മക്കളോടും ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം പറയാറുണ്ട്. എൻ്റെ എല്ലാ പുരോഗതിക്ക് പിന്നിലും എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഓരോ ദിവസം കൊടുക്കുന്ന ഉമ്മയുടെ ആത്മാർത്ഥമായി ഞാൻ കെട്ടിപ്പിടിച്ച എൻ്റെ അമ്മയുടെ കവളിൽ കൊടുക്കുന്ന ഒരു ഉമ്മയ്ക്ക് അത്രമേൽ തീവ്രമായി എൻ്റെ വളർച്ചയെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് എത്ര വയസ്സായി എന്നല്ല പ്രശ്നം, നൊന്ത് പ്രസവിച്ച അമ്മ അന്നും ഇന്നും അമ്മ അമ്മയാണ്. അവളുടെ കവിളുകളിൽ ഒരു മകൻ ആത്മാർത്ഥമായി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ ഒരു മക്കൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ആ മകൻ ഒരു തെറ്റുകളിലേക്ക് പോകാൻ സാധിക്കില്ല എന്നാണ് അമ്മയുടെ കവിളിൽ കൊടുക്കുന്ന ചുംബനത്തിന്റെ ശക്തി. എന്ന് അമ്മയ്ക്ക് ഉമ്മ കൊടുക്കാൻ ഒരു മകന് സാധിക്കുന്നല്ലോ, അന്ന് ആ മകൻ ഒരുപക്ഷെ ഇരുണ്ടിടങ്ങളിലേക്ക് ഒരുപക്ഷെ അവൻ അറിയാതെ പോകുന്നു എന്നതിൻ്റെ ഒരു തെളിവും അതിനകത്ത് അവശേഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ ഡിസംബർ 12 to 17 വരെ ഞാൻ UAE-യിലായിരുന്നു. അന്ന് ഞാൻ അമ്മയ്ക്ക് 6 ഉമ്മ കൊടുത്തു അമ്മയ്ക്ക്. അപ്പം അമ്മ പറഞ്ഞു, അമ്മ ഇനി 6 ദിവസം കഴിഞ്ഞ് എൻ്റെ മക്കൾ വരുവുള്ളൂ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ എവിടെയെങ്കിലും വിദേശ രാജ്യങ്ങളൊക്കെ ഒരുപാട് രാജ്യങ്ങളിൽ വിസിയുള്ള വ്യക്തിയാണ് ഞാൻ. പോയ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ കൂടുതൽ ഞാൻ അവിടെ സ്റ്റേ ചെയ്യാറില്ല, പെട്ടെന്ന് തിരിച്ചു പോയി. കാരണം എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഭയങ്കര പേടി കയറിയിട്ടുണ്ട് മനസ്സിൽ. അച്ഛൻ രാവിലെ സുഖമില്ലാത്ത സമയത്ത് അമ്മ പറയാം, മോനെ എന്താ രാത്രിയിൽ അപ്പം കിടന്നുറങ്ങിയിട്ടില്ല, ഭയങ്കര അസ്വസ്ഥയായിരുന്നു, 5-8 പ്രാവശ്യം കാപ്പി വാങ്ങി കുടിച്ചു എന്നല്ലേന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാവിലെ ചെറുപ്പശ്ശേരി പ്രോഗ്രാമിന് പോകാൻ വേണ്ടി ഇരുന്ന സമയത്ത് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് എന്ത് പറ്റി അപ്പാന്ന് ചോദിച്ചു. മക്കളെ ഇവിടെയൊക്കെ വേനയായിരുന്നു. ഇവിടെയെന്ന് ചോദിച്ചാൽ ഇവിടെ ഇങ്ങനെ ഞെക്കി, ഇവിടെ കുറേ ഞെക്കിയപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവിടെ അല്ല മക്കൾ ഇവിടെയാണോ, അല്ല ഇവിടെ ഞെക്കി, ഇവിടെ അല്ല, പിന്നെ എവിടെ ചോദിച്ചു, ഇവിടെയാണോ, ഇവിടെയാണെന്ന് പറയുന്നു. ഞാൻ തൊട്ടില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇവിടെ വെറുതെ തോന്നലോ, ഒരു ചുമട് ഗുളിയുണ്ട് കഴിച്ചാൽ മതി അപ്പ, ചെറിയ വേദന തോന്നല മനസ്സിന്റെ, അതൊക്കെ മാറും, ആ ഗുളിക കഴിച്ചാൽ മതി. ഇത് പറഞ്ഞാൽ പുറത്തിറങ്ങി ഷൂ ഇങ്ങനെ കെട്ടുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വേദന തോന്നി. അച്ഛനോട് അങ്ങനെ പറയേണ്ടില്ലായിരുന്നല്ലോ എന്ന് തോന്നി. അല്ല, ഞാൻ അച്ഛനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചു, അപ്പാ കൊണ്ടുപോണ ആശുപത്രി വേണമെങ്കിൽ പറ. വേണ്ട മക്കളെ, പോയിട്ട് ക്ലാസ്സിലേതാ. ക്ലാസ്സിൽ പോയി ചെറുപ്പശ്ശേരിയായിരുന്നു ക്ലാസ്സൊക്കെ കഴിഞ്ഞു. നേരെ സംഘാടകര്, ഭക്ഷണം, പിന്നെ ഐഡിയൽ കോളേജ് ചെറുപ്പശ്ശേരി, പിന്നെ എടപ്പാൾ മെഷോന്റെ പരിപാടി. ആ പരിപാടി കഴിഞ്ഞ് മഞ്ചേരിയിൽ ഞാൻ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തെത്തിയപ്പോൾ രാത്രി 6-7 മണിയായി. ATM കയറാൻ വേണ്ടി വണ്ടി നിർത്തി. അപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു ഓർമ്മ വരുന്നത്, ദൈവമേ മൊബൈൽ ഫോൺ 12 മണിക്ക് സൈലന്റ് ആയതാണല്ലോ. ഫോൺ അങ്ങനെ എടുക്കലും ഫോണിനകത്ത് ലൈറ്റ് ഇങ്ങനെ വരികയാണ്, സൈലന്റിലാണ് ലൈറ്റ് വരുന്നത്. കോൾ എൻ്റെ അയൽവാസിയാണ്, രതീഷ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഫിലിപ്പേട്ട എവിടെ എത്തി ചോദിച്ചു. എടാ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറ്റി ചോദിച്ചു. അച്ഛന് ചെറിയൊരു കുഴപ്പമില്ല, നിങ്ങൾ പോരെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ പഠിച്ച ബിനു, അനിയൻ കുഞ്ഞ്, ഗിരീഷ് ഇവരെല്ലാം കൃത്യസമയത്തെത്തി കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ മൊബൈലോടെ വെച്ചു. പക്ഷെ മൊബൈലിൻ്റെ സ്ക്രീനിൽ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ അതിനകത്ത് 64 മിസ് കോൾ ഉണ്ട് അമ്മയുടെ. എൻ്റെ അമ്മയുടെ 64 കോൾ ഉണ്ട്. എൻ്റെ പെങ്ങൾ വിളിച്ചിരിക്കുന്നു, അയൽവാസി വിളിച്ചിരിക്കുന്നു, കുറേ പേര് വിളിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം എനിക്ക് മനസ്സിലായി കുഴപ്പമില്ല എന്നല്ല, അച്ഛന് കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ആരെ വിളിക്കാൻ പേടിയാണ് എനിക്ക്. പിന്നെ അവിടുന്ന് എങ്ങനെയാണ് വണ്ടി എനിക്ക് വിട്ടിയെന്ന് എനിക്കറിയില്ല. അവിടുന്ന് ഒരു 1/2 മണിക്കൂർ കൊണ്ട് ഞാൻ എൻ്റെ ലൊക്കേഷനിലെത്തി. അവിടെ
എൻ്റെ നാട്ടിലേക്ക് തിരിയുന്ന അവിടെ വണ്ടി തിരിഞ്ഞപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ പള്ളിയിലെ ആളുകളൊക്കെ എൻ്റെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. ഓണടിച്ച് ഞാൻ നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ട് വീട്ടിലെടുത്ത് വണ്ടികളൊക്കെ കിടക്കുന്നു. വണ്ടി നിർത്തി ഓടി അച്ഛൻ്റെ മുറിയിൽ ചെന്നപ്പോൾ അച്ഛനെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് പറഞ്ഞു അകത്ത് കയറണ്ടെന്ന് പറഞ്ഞു. ഞാൻ തള്ളി മാറ്റിയിട്ട് അകത്ത് കയറിയത്. അച്ഛനെ മുഖത്ത് ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു. ജീവിതത്തിൽ ഏറെ വേദനിപ്പിക്കുന്ന ഒരു നിമിഷമാണ് ഇത്. തോന്നലാവും ഈ ഗുളിക കഴിച്ച് കിടന്നാൽ മതി, അതൊക്കെ തോന്നലാണ് അപ്പ എന്ന് ഞാൻ ആ വാക്കാണ് എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അവസാനമായി സംസാരിച്ചത്. എൻ്റെ അച്ഛൻ എന്നോട് തിരിച്ച് സംസാരിച്ചതും അന്ന് ക്ലാസ് ഒന്നുമില്ല മക്കളെ, സാരമില്ല മക്കളെ, ആശുപത്രി പോകണ്ട, മാറിക്കോളും എന്ന് പറഞ്ഞതാണ് അവസാനമായി എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ അച്ഛൻ്റെ വായിൽ നിന്ന് കേട്ട അവസാനത്തെ വാക്ക് അതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മാതാപിതാക്കളൊക്കെ പറയുന്ന ചെറിയ സങ്കടങ്ങളുണ്ടല്ലോ, ആ വേദനകളെ നിങ്ങൾ കാണാതെ പോകരുത്. നാളെ അവരെ നിങ്ങൾക്ക് ശുശ്രൂഷിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്കൊരു അവസരം കിട്ടിയെന്ന് വരില്ല. മാതാപിതാക്കൾ പറയുന്ന ചെറിയ വേദനകൾ അത് 100% വേദനയാണ്. അവർ നിങ്ങളുടെ സാമ്പത്തികം സമയവും ഒക്കെ കണക്കിലെടുത്ത് അവർക്ക് കുഴപ്പമില്ലെന്ന് അവർ പറയും, സാരമില്ല മാറിക്കോളെന്ന് പറയും. പക്ഷേ നമ്മുടെ മക്കൾ ഇപ്പം മുറ്റത്തോടി കളിക്കുന്ന മക്കൾ, അവരുടെ കണ്ണിലൊന്ന് സോപ്പ് പോയാൽ, അവരുടെ കാലൊന്ന് തട്ടിയാൽ, അവരുടെ കൈയൊന്ന് മുറിഞ്ഞാൽ അവർ അലമുറയിട്ട് കരയും. അവരുടെ വേദന 10% അത് 100% വേദനയായിട്ട് അവർ അലമുറയും. അത് നമുക്ക് ബാധിക്കും. പക്ഷെ നമ്മളെ നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായി ഇന്നും നാളെ കൊണ്ടും ഈ മണ്ണിൽ നിന്ന് മാഞ്ഞു പോകുന്ന നമ്മുടെ മാതാപിതാക്കളുടെ ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നത് വേദനാജനകമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഫിലിപ്പമ്പട എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദനിക്കുന്ന ഒരു നിമിഷമായിരുന്നു എൻ്റെ അച്ഛനോട് ആ ഗുളി എടുത്ത് കഴിച്ചാൽ മതി, തോന്നലാണ്, മാറിക്കോളും എന്ന് പറഞ്ഞത്. എല്ലാ വേദികളിലും ഞാനത് പറയാറുണ്ട്. എല്ലാ ആഴ്ചകളും സെമിത്തേരി പോകുമ്പോൾ ഞാൻ ആ സെമിത്തേരിയുടെ ഗേറ്റ് തുറക്കുമ്പോൾ പറയും, അപ്പാ ഞാൻ വന്നിട്ടുണ്ട്, കൊണ്ടുപോകണോ വേണേ പറ എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ്റെ ആ സെമിത്തേരിയിൽ പോയിട്ട് ഞാൻ തൊട്ട് പ്രാർത്ഥിക്കാതെ പോരാറില്ല പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എൻ്റെ അച്ഛനെ കൂടി ഓർക്കുക. മാതാപിതാക്കളെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുക. അവരുടെ സന്തോഷം ആണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ബലം. നിങ്ങൾ എന്തെല്ലാം ഉണ്ടായെന്ന് പറഞ്ഞാലും, നിങ്ങളുടെ മക്കൾ എത്ര വലിയ A+ വാങ്ങിയാലും, നിങ്ങൾ കാരണം നിങ്ങളുടെ മാതാപിതാക്കൾ സങ്കടപ്പെട്ട ബിഗ് സീറോ, നിങ്ങൾ വലിയ വട്ടപൂജ്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക. അൾട്ടിമേറ്റ് മാത്രമേ പറയുള്ളൂ, അവരുടെ സ്നേഹവും കരുതലും മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. ഞാൻ എല്ലാ ഗ്രന്ഥങ്ങളും വായിക്കുന്ന വ്യക്തി. എന്നെ നന്നായിട്ട് ഇൻസ്പിറേഷൻ ചെയ്ത ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ്റെ എല്ലാ ഹദീസും ആയത്തിലൂടെയൊക്കെ ഞാൻ വളരെ ഡീപ്പായിട്ട് യാത്ര ചെയ്ത് പോയൊരു വ്യക്തിയാണ്. എന്നെ 25ാമത്തെ ആയത്ത് തന്നെ എപ്പോഴും എന്നെ റീതിങ്ക് ചെയ്യുന്ന ഒരു വലിയൊരു ആയത്താണ്. ഓല തക്കലും എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞു പദം മനുഷ്യനെ വല്ലാതെ ചിന്തിപ്പിക്കുന്നതാണ് അല്ലേ. പലപ്പോഴും ഞാൻ ആലോചിച്ച് നോക്കും, എൻ്റെ അമ്മേൻ്റെ അച്ഛനെയൊക്കെ ഒരു ചേർന്ന വാക്കാണോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്, പാപമെങ്കിലെന്നതാണ്. അതേപോലെ ഉപനിഷത്തുകളും വേദങ്ങളിലും ബൈബിളുകളിലും എല്ലാം എത്രയോ നല്ല ഉപദേശങ്ങൾ നമുക്ക് മനുഷ്യർ തരുന്നുണ്ട്. എന്നിട്ടും മാതാപിതാക്കളോട് കരുണ കാണിക്കാൻ പലപ്പോഴും മക്കളായ നമുക്ക് സാധിക്കാതെ പോകുന്നതാണ് ഏറ്റവും വലിയ വേദന. അതേപോലെ സൂര്യോദയത്തിന് മുമ്പേ കൈലുകളോടും പാത്രങ്ങളോടും തട്ടിയും മുട്ടിയും സംസാരിക്കുന്ന ഒരുവൾ ഈ മണ്ണിലുണ്ടെങ്കിൽ അവളുടെ പേര് അമ്മ എന്നാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. വിളമ്പിക്കൊടുത്തത് എനിക്ക് ചെയ്യാതെ വരുമ്പോൾ മക്കളെ അമ്മയ്ക്ക് ഇത് ഇഷ്ടമല്ല എന്ന് കള്ളം പറയുന്നവരുടെ പേരും അമ്മ എന്നാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. എല്ലാ ലൈറ്റുകളും അടച്ച് അവസാനത്തെ ലൈറ്റും കെടുത്തി വീട് ഉറങ്ങിയതിന് ശേഷം കിടന്നുറങ്ങുന്ന ഒരുവൾ വീട്ടിലുണ്ടെങ്കിൽ അത് അമ്മയാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. നിങ്ങളുടെ വരവെന്ന് വൈകിയാൽ ഉമ്മറപ്പടിയിൽ മറ്റൊരു പ്രസവവേദന അനുഭവിക്കുന്ന മാലാഖ വീട്ടിലുണ്ടെങ്കിൽ അവളുടെ പേരും അമ്മ എന്നാണ്. അവളെ സങ്കടപ്പെടുത്തരുത്. സമാധാനത്തിലുള്ള നൊബേൽ പുരസ്കാരം ലഭിക്കാതെ പോയ മദർ തെരേസയാണ് നമ്മുടെയൊക്കെ അമ്മമാർ. അവരെ സങ്കടപ്പെടുത്തരുത്. തൊടിയിലെ വാടിക്കരഞ്ഞ ചെടികൾക്കും കരിയാപ്പലുകൾക്കും തെങ്ങിനും കവുങ്ങിനും ഒക്കെ വെള്ളമൊഴിച്ച് കൊടുത്ത് നാളിതുവരെയും ഒരു കർഷകശ്രീ പുരസ്കാരം ലഭിക്കാത്ത മകളെ